+1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ കണ്ടു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈപോൾ മൊമെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ രണ്ട് ടേംസ് പഠിക്കണം. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞ പൊളാരിറ്റി എന്താണെന്ന് പഠിക്കണം. പിന്നെ ഡൈപോൾ എന്താണെന്ന് പഠിക്കണം. ഈ രണ്ട് ടേംസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പൊളാരിറ്റി പറയാൻ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മോളിക്യൂളാണ് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ എടുക്കുക. HCl മോളിക്യൂൾ എടുക്കുക. ഓക്കെ, HCl മോളിക്യൂൾ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് ടേംസ് ചേർത്ത് തന്നെ പഠിക്കണം. അതിലൊരു ടേമാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ആറ്റംസ് ഇവിടെ കമ്പൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്കൊരു HCl മോളിക്യൂൾ ഇവിടെ കിട്ടി. ഇതിൽ ഏത് ആറ്റത്തിനാണോ ഇവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ്, അതായത് ഇപ്പോൾ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്ലോറിനും ഒരു ഇലക്ട്രോൺ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഞാൻ ആ വേർഡ് തന്നെ യൂസ് ചെയ്യുന്നു, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർക്കാണോ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാൻ, കൂടുതൽ അടുത്തേക്ക് കൂടുതൽ കിട്ടാനുള്ള ഒരു എബിലിറ്റി, ആ ടേമാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മീൻസ് ദി ടെൻഡൻസി ടു അക്സെപ്റ്റ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ പെയർ ആരാണോ കൂടുതൽ അടുത്തേക്ക് നീക്കി വെക്കുന്നത്, ആർക്കാണോ കൂടുതൽ ആ ഇലക്ട്രോൺ പെയർ വേണ്ടത്, അതിനാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഈ HCl മോളിക്യൂൾ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ്, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുകയാണ്, ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, ക്ലോറിൻ 17th ഗ്രൂപ്പ് ആയത് കാരണം ക്ലോറിനാണ് ഇലക്ട്രോൺ ടെൻഡൻസി കൂടുതൽ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി, ഈ ഇലക്ട്രോൺ പെയർ ഞാൻ കുറച്ചും കൂടെ നീക്കി ക്ലോറിൻ്റെ അടുത്തേക്ക് എഴുതി. ഇങ്ങനെ എഴുതാൻ കാരണം ക്ലോറിൻ 17th ഗ്രൂപ്പുകാരനാണ്, 17th ഗ്രൂപ്പിൽ 7 വാലൻസ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണോട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോറിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ ക്ലോറിനാണ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ ക്ലോറിനാണെന്ന്. എപ്പോഴും രണ്ട് ആറ്റംസ് കമ്പയർ ചെയ്തിട്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും ഞാൻ കമ്പൈൻ ചെയ്തു. അപ്പോൾ കമ്പൈൻ ചെയ്തപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അതായത് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ വരുന്നത് ക്ലോറിനാണ്. സോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ദി ഇലക്ട്രോൺ പെയർസ് ടുവേർഡ്സ് ഇറ്റ്, തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ പെയറിനെ കൂടുതൽ ഇങ്ങനെ വലിച്ചു വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ അടുത്തേക്ക് ഞാൻ ഇലക്ട്രോൺ പെയറിനെ കുറിച്ച് നീക്കി എഴുതി. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ്, മൈനസ് ചാർജാണ് ഇലക്ട്രോണിന്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇലക്ട്രോണും ക്ലോറിൻ്റെ അടുത്തേക്ക് കൂടുതൽ നീങ്ങി നിൽക്കുമ്പോൾ ഈ ക്ലോറിന് കൂടുതൽ ഒരു മൈനസ് ചാർജ് ഫീൽ ചെയ്യും. അതായത് അതിനൊരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് കിട്ടും. അതൊരു ചെറിയ നെഗറ്റീവ് ചാർജാണ്. ആ സ്മോൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മളൊരു സിമ്പിൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു, ഡെൽറ്റ എന്നാണ് അതിനെ വായിക്കുക. ഡെൽറ്റ നെഗറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ നെഗറ്റീവ് ചാർജ് കിട്ടി, കാരണം ഇലക്ട്രോൺസ് രണ്ടും ക്ലോറിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇലക്ട്രോൺസിൻ്റെ ഒരു ചാർജ് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഇട്ട് കൊടുക്കുന്നു, ഡെൽറ്റ പ്ലസ്. ഡെൽറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ എന്നർത്ഥം. ഡെൽറ്റ മീൻസ് സ്മോൾ നെഗറ്റീവ് ചാർജ്, അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഗ്രീക്ക് ലെറ്ററാണ് ഡെൽറ്റ. ഓക്കെ, ഇങ്ങനെ അപ്പോൾ ഈ മോളിക്യൂൾ ആക്ച്വലി ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും കൊണ്ട് ഡെവലപ്പ് ചെയ്തു ഓൾറെഡി. അപ്പോൾ നമ്മൾ HCl എന്നുള്ള മോളിക്യൂൾ എഴുതുമ്പോൾ ഈ രണ്ട് എൻഡിലും ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും വന്നു. ഇങ്ങനെയുള്ള മോളിക്യൂൾ നമ്മൾ പറയും ഈ മോളിക്യൂൾ പോളാർ മോളിക്യൂൾ ആണെന്ന് പറയും. പോളാർ മോളിക്യൂൾ, അതായത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഈ മോളിക്യൂളിന് പൊളാരിറ്റി ഉണ്ട്. പൊളാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയും. ചാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ മോളിക്യൂളിന് പൊളാരിറ്റി ഉണ്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു എൻഡിൽ നമുക്ക് എന്തുണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, മറ്റേ എൻഡിൽ എന്തുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് എൻഡിലും രണ്ട് ചാർജാണ്. ഓക്കെ, ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജ്, മറ്റേ എൻഡിൽ ഇതാണ് പോസിറ്റീവ് ചാർജ്, മറ്റേ എൻഡിൽ നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ നമ്മൾ ഈ മോളിക്യൂളിലെ ഡൈപോൾ എന്ന് പറയും. ഡൈപോൾ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട്, പോൾ മീൻസ് എൻഡ് എന്നർത്ഥം. നിങ്ങൾ മാഗ്നറ്റിലൊക്കെ പഠിച്ചിട്ടില്ലേ, മാഗ്നറ്റിക് പോൾസ്, നോർത്ത് പോൾ സൗത്ത് പോൾ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, അതായത് രണ്ട് എൻഡ് ഓഫ് ദ മാഗ്നറ്റ്.
അതുപോലെ ഈ മോളിക്യൂളിൽ രണ്ടെണ്ണിലും ഒരെണ്ണത്തിൽ പോസിറ്റീവും മറ്റൊന്നിൽ നെഗറ്റീവ് ചാർജും. അതുകൊണ്ട് നമ്മൾ പറയും ഈ മോളിക്യൂൾ ഒരു ഡൈപോൾ മോളിക്യൂളാണ്, ഡൈപോൾ ഉണ്ടെന്ന് പറയും. അതായത് ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ 2-3 ടേംസ് ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ ഫെമിലിയർ ആക്കിയിട്ടുണ്ട്. പൊളാരിറ്റി എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഡൈപോൾ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, പൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ. എങ്ങനെയാണ് ചാർജ് ഡിഫറൻസ് വരുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുമ്പോൾ. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കൂടുതൽ അടുത്തേക്ക് വലിച്ചു വെക്കാനുള്ള ഒരു ടെൻഡൻസി, ദ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്, ദാറ്റ്സ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ രണ്ട് സെയിം ആറ്റത്തിൽ ഇതൊന്നും വരത്തില്ല. സെയിം ആറ്റം ആയി കഴിയുമ്പോൾ അവർക്ക് ഈക്വൽ ടെൻഡൻസി ആയിരിക്കും ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതേസമയം ഡിഫറെൻറ്റ് ആറ്റംസ് വരുമ്പോഴാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ HCl എന്നുള്ള മോളിക്യൂൾ കൺസിഡർ ചെയ്തിട്ട് എങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ പറയുകയാണ് ഈ മോളിക്യൂളിനോട് ചാർജ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മൊമെൻറ്റ് ഇതിന് കാണും. ഈ ഡൈപോൾ വന്നത് കാരണം, ഈ ചാർജ് ഡിഫറൻസ് വന്നത് കാരണം അതിനൊരു മൊമെൻറ്റ് അവിടെ വരും. അതിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്, ഡൈപോൾ മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ഇതുപോലൊരു ഗ്രീക്ക് ലെറ്റർ ആണ്. ഡൈപോൾ മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് MU എന്നാണ് നമ്മളിത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് MU. ഓക്കെ, ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചാർജ്, ഇപ്പോൾ ചാർജ് മോളിക്യൂളാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. അത് കൊടുക്കാനായിട്ട് Q എന്ന് എഴുതുക. ചാർജ് ഇൻറ്റു ഈ മോളിക്യൂൾ തമ്മിലുള്ള, ഈ ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. എത്ര ഡിസ്റ്റൻസിലാണ് ഈ ആറ്റംസ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്, ഡൈപോൾ മൊമെൻറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു, അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും, എത്ര പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ചാർജ് അവിടെ ഫോം ചെയ്തു, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. എന്ത് ഡിസ്റ്റൻസ്? ഇപ്പം HCl മോളിക്യൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ Hഉം ക്ലോറിനും, ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ്, ആ സെപ്പറേഷൻ ഡിസ്റ്റൻസിനെയാണ് R എന്ന് പറയുന്നത്. ഓക്കെ, സോ QR. സോ mu is equal to Q into R. ഓക്കെ, ഇത് സാധാരണ റെപ്രസെൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് D/യൂണിറ്റ്. ആക്ച്വലി ഇതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. സയൻറ്റിസ്റ്റിനെ ഓണർ ചെയ്യാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുകയാണ് D/. സോ യൂണിറ്റ് പറഞ്ഞത് D/യൂണിറ്റ്. ഓക്കെ, ചാർജ് നമ്മൾ സാധാരണ എന്തെല്ലാം പറയാറ്? ചാർജ് പറയുന്നത് കൂളോംബിലാണ്. ചാർജ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് കൂളോംബ്. R ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് മീറ്ററിൽ പറയാം, കാരണം ഡിസ്റ്റൻസ് അല്ലേ, അപ്പം നമുക്കത് മീറ്ററിൽ പറയാം. അപ്പോൾ കൂളോംബ് പെർ മീറ്റർ ആണ് ആക്ച്വലി ഇത്. കൂളോംബ് ഇൻറ്റു മീറ്റർ ആണ് ആക്ച്വലി ഇത് D/, എന്ന് പറയുന്നത്. ഇതിന് കൺവേർഷൻ ഫാക്ടർ ഉണ്ട്. 1 D/, എന്ന് പറയുന്നത് 3.33564 ഇൻറ്റു 10⁻⁻30 കൂളോമീറ്റർ ആണ്. നമ്മളിങ്ങനെ കാൽക്കുലേഷനൊന്നും ഇതിനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾക്ക് ഡൈപോൾ മൊമെൻറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഡിഫറെൻറ്റ് മോളിക്യൂൾസ് എടുത്തിട്ട് ആ ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓരോരോ മോളിക്യൂൾസ് എടുത്തിട്ട് അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 0 ഡൈപോൾ മൊമെൻറ്റ് വരുന്ന മോളിക്യൂൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഡിഫറെൻറ്റ് മോളിക്യൂൾസിൽ ഡൈപോൾ മൊമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ചിലതിൽ ഡൈപോൾ മൊമെൻറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും, ചിലതിൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 ഡിഫറെൻറ്റ് മോളിക്യൂൾസ് എടുത്തിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് 0 വരുന്ന കേസ് നോക്കാം. ഡൈപോൾ മൊമെൻറ്റ് 0, അത് mu 0 വരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബെറിലിയം ഫ്ലൂറൈഡ് ആണ്, BeF2. ബെറിലിയം ഫ്ലൂറൈഡ് നോക്കാം. ബെറിലിയം ഫ്ലൂറൈഡിൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ BE, ഇതൊരു ലീനിയർ സ്ട്രക്ചറാണ്. മോളിക്യൂൾസ് എല്ലാം ഒരു 180 ഡിഗ്രിയിൽ, ഇതിൽ 2 ഫ്ലൂറിന് 180 ഡിഗ്രിയിലാണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ബോണ്ട് ആംഗിളൊക്കെ 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കിയാൽ മതി. നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൊണ്ടുവരിക. ഏത് മോളിക്യൂളാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ നോക്കുക. ഓക്കെ, എന്നിട്ട് ഈ 2 പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഡൈപോൾ മൊമെൻറ്റ് പഠിക്കുമ്പോൾ.
ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കിയിട്ട് ആ മോളിക്യൂളിലേക്ക് ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യണം. ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു ആരോ വരച്ചിട്ട് നമ്മളൊരു കട്ട് ഇട്ട് കൊടുക്കും. അത് ഞാൻ കാണിക്കാം. അപ്പോൾ നോക്കിക്കേ, 2 ആറ്റം നമുക്ക് ഇവിടെ ഉണ്ട്. ഒന്ന് ബെറിലിയമാണ്, മറ്റേത് ഫ്ലൂറിൻ ആണ്. ആർക്കാണ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ? ഇവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇത് രണ്ടുമാണ്. ഈ ഇലക്ട്രോൺസ് കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ഫ്ലൂറിൻ്റെ അടുത്തേക്കായിരിക്കും. കാരണം എന്താ? ഫ്ലൂറിൻ ആണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? അതായത് ഇലക്ട്രോണിനെ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത് നിർത്താൻ, തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ച് നിർത്താനുള്ള ടെൻഡൻസി കൂടുതൽ ഫ്ലൂറിൻ ആണ്. ഓക്കെ, നമ്മൾ ഡൈപോൾ മൊമെന്റ് കൊടുക്കാനായിട്ട് ഒരാരം ഇങ്ങോട്ട് വരയ്ക്കുക, അതിൻ്റെ ഒരു കട്ടിട്ട് കൊടുക്കണം ഇവിടെ. ഇതാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് കാണിക്കുന്നത് ഫ്ലൂറിൻ ആണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. സോ ഇലക്ട്രോൺ പെയർസ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഫ്ലൂറിൻ്റെ അടുത്തേക്കാണ്. അതുപോലെ ഇപ്പോഴത്തെ ഫ്ലൂറിൻ്റെ കാണിക്കുക. ഇപ്പോൾ ഇലക്ട്രോൺസ് ഇവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നത് ഫ്ലൂറിൻ്റെ അടുത്തേക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ആരോ ഹെഡ് ഫ്ലൂറിൻ്റെ അടുത്തേക്ക് വരച്ചു. ഓക്കെ, എന്നിട്ടൊരു ചെറിയ കട്ടിടുക. ഇതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇതൊന്ന് ബോണ്ട് ഡൈപോളിനെ നമ്മൾ കാണിക്കുന്നത്. ഡൈപോൾ മൊമെന്റ് എന്ന് വെച്ചാൽ ബോണ്ട് ഡൈപോൾ ആണല്ലോ. അപ്പോൾ ഇത് ബോണ്ട് ഡൈപോൾസാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 2 ഡൈപോൾ ഉണ്ട്. കാരണം 2 ചാർജ് ഡിഫറൻസ് ഉണ്ട് ഇവിടെ. ഈ ഇലക്ട്രോൺസിനെ ഇവർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഫ്ലൂറിൻ എടുത്തു. സോ ഫ്ലൂറിന് നമുക്ക് ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ആക്ച്വലി ഇപ്പുറത്തെ ഫ്ലൂറിന് വേറെ നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ, അതായത് ഡൈപോൾസ് ഉണ്ട്. 2 പോളിലും നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അതാണ് നമ്മൾ ബോണ്ട് ഡൈപോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. 2 ബോണ്ടിലും അവിടെ ചാർജ് ഉണ്ട്. അതാണ് ബോണ്ട് ഡൈപോൾസ് എന്ന് പറയുന്നത്. ബോണ്ട് ഡൈപോൾസ്. ഓക്കെ, നമുക്ക് നെറ്റ് ചാർജ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഫ്ലൂറിനിലേക്ക് ഇങ്ങോട്ട് പോയി, ഇതുപോലെ സെക്കൻഡ് ഫ്ലൂറിനിൽ ഇങ്ങോട്ടേക്ക് പോയി, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് നോക്കിക്കേ. ഒരു ഫോർ എക്സാമ്പിൾ ഇതൊരു 10D ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 10D ചാർജ് ഇങ്ങോട്ടേക്ക് പോയി. അതുപോലെ ഇപ്പുറത്തെ വശത്തേക്ക് നമ്മൾ 10D ചാർജ് പോയി. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. കാരണം 2 ആറ്റം സെയിം ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ടോട്ടൽ മൊമെന്റ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. സോ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ടോട്ടൽ ഡൈപോൾ മൊമെന്റ്, അതായത് ടോട്ടൽ മ്യൂ ഇസ് ഈക്വൽ ടു 0. ഒരു മോളിക്യൂളും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. BF3 മോളിക്യൂൾ നോക്കാം. BF3 വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ എന്നാണ് പറയുക സ്ട്രക്ചറിനെ. ഓക്കെ, BF3 നമ്മളിങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് നോക്കണം. ആർക്കാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? ആ വശത്തേക്കാണ് നമ്മൾ ബോണ്ട് ഡൈപോൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്, ഡൈപോൾ മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ബോറോണും ഫ്ലൂറിനും ആണ് കൺസിഡർ ചെയ്യുന്ന ആറ്റംസ്. സോ പീരിയോഡിക് ടേബിളിലെ ഏത് എലമെന്റ് എടുത്ത് ഫ്ലൂറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഫ്ലൂറിൻ ആയിരിക്കും മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഡൈപോൾ മൊമെന്റ് ഫ്ലൂറിനിലേക്ക് കൊടുക്കണം. അതുപോലെ സെക്കൻഡ് ഈ ബോണ്ട് എടുക്കുമ്പോൾ ഇങ്ങോട്ട് വരയ്ക്കാം. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വെക്കുക ആദ്യം തന്നെ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാൻ കാരണം ഫ്ലൂറിൻ ആണ് ഇലക്ട്രോനെഗറ്റീവ്. സോ ഇലക്ട്രോൺസ് എല്ലാം ഫ്ലൂറിൻ്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നുള്ളൊരു അസംഷനിലാണ് നമ്മളിങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ബോണ്ട് ഡൈപോൾ നമ്മൾ 3 ബോണ്ട് ഡൈപോൾ ഇവിടെ റെപ്രസെന്റ് ചെയ്ത് 3 ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റ് ഇഫക്റ്റ് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലൂറിൻ, സെക്കൻഡ് ഫ്ലൂറിൻ, തേർഡ് ഫ്ലൂറിൻ ഞാൻ നെയിം ചെയ്യട്ടെ. അപ്പോൾ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലൂറിൻ്റെ ഇവരുടെ ഒരു ബോണ്ട് ഡൈപോൾ ഉണ്ട്. ഒന്ന് മുകളിലേക്കും ഒന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക്, 2 സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നു. അത് നമുക്ക് നെറ്റ് ടോട്ടൽ ഡൈപോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഈ സെക്കൻഡ് ആൻഡ് തേർഡിൻ്റെ നമ്മൾ നെറ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇതാണ് ഈ സെക്കൻഡ് ഫ്ലൂറിൻ്റെയും തേർഡ് ഫ്ലൂറിനുമായിട്ടുള്ള ബോണ്ട് ഡൈപോൾ നമ്മൾ വരയ്ക്കുന്നത്. ടോട്ടൽ ഡൈപോൾ മൊമെന്റ് വരയ്ക്കാനായിട്ട് ഫസ്റ്റത്തെ ഫ്ലൂറിനെ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ദെൻ പ്ലസ് ചെയ്യുന്നു. നെറ്റ് ഇഫക്റ്റ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ആൻഡ് തേർഡിൻ്റെ? അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ടോട്ടൽ എത്ര വന്നു? ടോട്ടൽ നമുക്ക് മ്യൂ ഈസ് ഈക്വൽ ടു 0. ടോട്ടൽ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ BF3 മോളിക്യൂളിൽ ടോട്ടൽ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഡൈപോൾ മൊമെന്റ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. നിങ്ങളിത് 2-3 പ്രാവശ്യം വരച്ച് നോക്കുക. വരച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ഡൈപോൾ മൊമെന്റിന്റെ വേറൊരു മോളിക്യൂളിനെ കാണാം. വളരെ ഇമ്പോർട്ടൻറ്റ് മോളിക്യൂളാണത്. അത് സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു മോളിക്യൂളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.